ഹായ് ഗായ്സ്, നമ്മൾ ഈ ഹൊറർ ഫിലിം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു പോർഷൻ ആണല്ലോ ഈ പ്രേതത്തിനെ കാണുമ്പോഴും പിന്നെ ഒന്ന് ഇതിന്റെ എന്താ പറയാ സ്പെഷ്യൽ സൗണ്ട് എഫക്റ്റ്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു വൂണ്ട് മേക്കപ്പ് ആണ്. ഒരു സ്പെഷ്യൽ എഫക്റ്റ് മേക്കപ്പ് എന്ന് പറയാം. എൻ്റെ കയ്യിൽ സ്കാർ വാക്സ് ഇല്ല. സ്കാർ വാക്സ് ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പ്രൂവ് ചെയ്യുന്നത് കാണിക്കുന്നത്. സ്കാർ വാക്സ് ഇല്ലാതെ വെച്ചാൽ ആരും വീഡിയോ ചോദിക്കാൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, മഗ് ഷോട്ട് ടിക്ടോക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് യൂസസ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കാണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു സൂഡോ അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്കാർ വാക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിതിന് ഫ്ലോറും ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ക്ലേൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് സ്കാർ വാക്സ് ഉണ്ടാക്കി ഈ ഒരു പരുവത്തിൽ ഇതിനെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ആദ്യം പ്രൈമറിൽ നിന്ന് തുടങ്ങുകയാണ്. ബിക്കോസ് നമ്മളുടെ കയ്യിലുള്ളത് ഫൗണ്ടേഷനും ഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്കാർ വാക്സ് ആണ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ എന്താ പറയുക, സ്കാർ വാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വൂണ്ട് മേക്കപ്പിനും സ്റ്റേജ് മേക്കപ്പിനും ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ് മേക്കിനും ഉപയോഗിക്കുന്ന ഒരു ക്ലേ ടൈപ്പ് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ്. ബ്യൂട്ടി പ്രൊഡക്റ്റ് അല്ല, ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതൊന്ന് ലോങ് ലാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ആയിട്ട് പ്രൈമർ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മളുടെ മെയിൻ സാധനമായ സ്കാർ വാക്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ മൂക്ക് ഒന്ന് മോഡിഫൈഡ് ചെയ്യാണ്. അതിനായിട്ട് ഞാൻ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനിപ്പോൾ എന്താ പറയുക, സ്പാച്ചുലാന്നോ, ഇത് ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കർവിങ് ടൂളാണ്. അതിൻ്റെ ഒരു സെറ്റിൽ നിന്നും കുറച്ചും കൂടെ ഒരു സ്പാച്ചുല പോലുള്ള സാധനം എടുത്തിട്ട് ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഷേപ്പിലോട്ട് അതിനെ മോൾഡ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഓൾസോ ഇത് കുറച്ച് നോൺ സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ തൊടുമ്പം തന്നെ എവിടെയും ഒട്ടണില്ല, മൂക്കിലും ഒട്ടണില്ല, കയ്യിലും ഒട്ടണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഒരുവിധം ഈ സ്കാർ വാക്സ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ സെറ്റ് ചെയ്ത പോർഷനും, അതായത് നമ്മളെ സ്കിന്നും ഈ വാക്സും ഞാൻ നന്നായിട്ട് മേർജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം സ്കിന്നൊന്ന് ഫ്ലോലെസ് ആവാൻ, എൻ്റെ സ്കിന്നിലോട്ട് ഇനിയിപ്പം ഇതിൻ്റെ മേലെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മേർജ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കപ്പോൾ ഇതൊന്ന് സ്കിന്നുമായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കാണണം. അപ്പോൾ ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഇതിനൊന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഞാനൊരു കർവിങ് ടൂളൊന്ന് ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ള ഒരു എന്താ പറയുക ഒരു സൈസ് കർവിങ് ടൂൾ എടുത്തിട്ട് ഞാൻ എൻ്റെ നോസ് ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ സ്കിന്നിലേക്ക് അങ്ങോട്ട് വൂണ്ട് ഒറിജിനൽ ആക്കണ്ട, ഇതിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വേണ്ട രീതിയിലോട്ടൊന്ന് ഇതിന് വീണ്ടും ഒന്ന് മോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് വാക്സിനെ നമ്മളെ സ്കിൻ ടോൺ ആയിട്ട് മാച്ച് ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ലൈറ്റ് ഫൗണ്ടേഷൻ ആദ്യം അപ്ലൈ ചെയ്യാണ്. അത് എന്താ പറയുക, നമ്മുടെ ആ ഫസ്റ്റ് നമ്മുടെ ജോയിൻറ്റ് വരുന്ന പോർഷനിലിടുക. അപ്പോൾ ഈ കുറച്ചും കൂടെ ഫ്ലോലെസ് ആക്കാൻ വേണ്ടി ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ എടുത്തിട്ട് എന്താ പറയുക ലിക്വിഡ് ഫൗണ്ടേഷൻ എടുത്തിട്ട് ആ ഒരു പോർഷനിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാനൊരു കോൺടോർ പാലറ്റ് എടുത്തിട്ട് എൻ്റെ സ്കിൻ ടോണായിട്ട് ആ ഒരു നോസ് ഏരിയ മാച്ച് ആവാൻ നോക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ സ്കിന്നിൽ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു മാച്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു 2 ബ്രൗൺ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് നമ്മളെ നോസ് കോണ്ടർ ചെയ്യുന്ന പോർഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മളെ സ്കിന്നിന് കുറച്ച് ഇറിറ്റേഷൻസ് കൊടുക്കണം. ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൂണ്ട് വന്നപ്പോൾ നമ്മളെ സ്കിന്നിൽ കുറച്ച് ഡാമേജസ് വന്നിട്ടുണ്ടാവില്ലേ, അത് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഓറഞ്ച് കളർ കറക്റ്ററാണ് ആക്ച്വലി ഇത്. അത് വെച്ചിട്ട് വൂണ്ടിൻ്റെ ആ മുറിവിൻ്റെ ഏറ്റവും അടുത്ത പോർഷൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യേണ്ട, ഒന്നിങ്ങനെ ടച്ചപ്പ് ചെയ്താൽ മതി. നമുക്ക് അവിടെ ഇവിടെ എന്താ പറയുക സ്കാർസ് പോലെ മതി.
അപ്പോൾ നമ്മളുടെ ഇറിറ്റേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ നമ്മളുടെ വൂണ്ടിൻ്റെ ഏറ്റവും കട്ടായ പോർഷൻ കുറച്ചും കൂടെ ഡാമേജ് ആയി കാണാൻ വേണ്ടി നമ്മളൊരു ബ്രൗൺ ഐ ഷാഡോ വെച്ച് അവിടെ ഒന്ന് എന്താ പറയുക വീണ്ടും ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ നാച്ചുറൽ ആക്കാനും വൂണ്ട് കുറച്ച് ഡെപ്ത് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ എന്താ പറയുക പെയിൻറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പം നമ്മളുടെ ഇറിറ്റേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം. ഇറിറ്റേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ സ്റ്റേജ് ബ്ലഡ് അല്ലെങ്കിൽ ഏതെങ്കിലും റെഡ് കളർ വെച്ച് ഒരു സ്പോഞ്ചോ അലുമിനിയം ഫോയിൽ ക്രംബിൾ ചെയ്തിട്ടോ ഒന്ന് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് നമ്മളുടെ വേണ്ട പോർഷനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഞാനൊരു ഡാർക്ക് റെഡ് കളർ എടുത്തിട്ട് വൂണ്ടിൻ്റെ ഉൾഭാഗത്തൊന്ന് അപ്ലൈ ചെയ്യാണേ. അപ്പോൾ നമ്മുടെ ലുക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബ്ലഡ്, അപ്പം ബ്ലഡ് നമ്മൾ ഡ്രോപ്പ് വൈസ് ഉറ്റിക്കുകയാണ്. നിങ്ങൾ സ്റ്റേജ് ബ്ലഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കിന്നിന് ഇറിറ്റേഷൻ വരാത്ത ഏതെങ്കിലും മീഡിയ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടെ ലൈവ്ലി ആയി കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ബ്ലഡിനെ ബ്ലീഡ് ചെയ്യിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് ഒന്ന് ഓവർഫ്ലോ ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ബോക്സിൽ